ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങള് കുളു മണാലി യാത്രയിലാണ്. IRCTC സംഘടിപ്പിച്ച കുളു മണാലി യാത്രയാണ് ആരംഭിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നേരെ ചണ്ഡീഗറിലേക്ക്, കൊച്ചിയിൽ നിന്ന് നേരെ ഹൈദരാബാദിൽ ഇറങ്ങി, ഹൈദരാബാദിൽ നിന്ന് ചണ്ഡീഗർ, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് സിംല, കുളു, മണാലി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മറ്റ് കാര്യങ്ങൾ പിന്നാലെ വരുന്നതാണ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ 13 പേരുണ്ട്. ഞാനുൾപ്പെടെ 13 പേരാണുള്ളത്. പിന്നെ മറ്റ് വാഹനത്തിൽ, വിമാനത്തിൽ വളരെയധികം ആൾക്കാരുണ്ട്, മറ്റു സുഹൃത്തുക്കളും ഉണ്ട്. പക്ഷേ ഞങ്ങൾ 13 പേര്. അപ്പോൾ ആൾക്കാരെ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അതുകൊണ്ട് ഇനി അധികം സമയമില്ല, പെട്ടെന്ന് തീർക്കുകയാണ്. മാഡം കർശനമായി നിർദ്ദേശം തന്നിരിക്കുകയാണ്. ബാബു സാറ്, ഗിരിധർ സാറ്, പിന്നെ എല്ലാവരെയും അറിയാം. ക്രമേണ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണുക. നമ്മളെ ബഹുമാന്യായ മാഡം അങ്ങോട്ട് പോയി. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ചണ്ഡീഗറിൽ ഒരു മനോഹരമായ പുതിയ വാനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചണ്ഡീഗറിൽ എത്തിയ സമയം 1 മണി ഏകദേശം. ഉച്ചഭക്ഷണത്തിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരാവേശം നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ പേര് തന്നെ ഭഗത് സിംഗ് എയർപോർട്ട് ചണ്ഡീഗഡ്, ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് ചണ്ഡീഗഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്ത് പോയി, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി പിന്നാലെ വരുന്നതാണ്. ബൈ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഏരിയകളാണ്. ഫാക്ടറികൾ ഈ ഭാഗത്തില്ല അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചണ്ഡീഗഡ് തെരുവോരങ്ങളിലെ വിശേഷങ്ങൾ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ ചാനലായ SSK ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം. വളരെ മനോഹരമായ ഒരു ഗാർഡനിലാണ് നിൽക്കുന്നത്. ചണ്ഡീഗഡിലെ റോസ് ഗാർഡൻ ഉണ്ടോ? എത്ര വിശാലമായ ഏരിയ ആണ് എന്ന് നോക്കുക. വളരെ മനോഹരമായി ഈ പ്ലാന്റ് സിറ്റിയുടെ നടുവിൽ സംവിധാനം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ. ചണ്ഡീഗഡിലെ റോസ് ഗാർഡനിലൂടെ നടക്കുകയാണ്. ഉണ്ടോ? വളരെ മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്നു. മറുവശത്താണെങ്കിൽ വളരെ ഉയരമുള്ള വൃക്ഷങ്ങൾ, അപ്പുറത്ത് റോഡിലും അതുപോലെ തന്നെ പുഷ്പങ്ങൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. അല്ലോ, വളരെ വിശാലമായ ഏരിയ. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം മുന്നാലെ പോയിരിക്കുകയാണ്.
ധാരാളം സ്പേസ് ഉണ്ട്. ഇടയ്ക്ക് കയറി നിൽക്കാനോ ഇരിക്കാനോ പറ്റിയ സ്ഥലങ്ങളുണ്ട്. മരത്തിൻ്റെ ചുവട്ടിൽ ഷെയ്ഡ് വേണ്ട, ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം എത്ര നേരം വേണമെങ്കിലും. അല്ല, നല്ല കാറ്റുണ്ട്, തണുപ്പ്, സ്വച്ഛമായ പ്രകൃതി. പിന്നെ ഒരു കുഴപ്പമുണ്ട്, കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്ന് പോലും വരും. അതിമനോഹരമായ ഒരു ഉദ്യാനം, ഗാർഡൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഹരിയാനയിൽ വന്നു കഴിഞ്ഞാൽ റോസ് ഗാർഡൻ കാണാതിരിക്കരുത്. പിന്നെ കുറേ സമയമുണ്ടെങ്കിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇലക്ട്രിഫിക്കേഷനും ഒക്കെ നടന്നു കഴിയുമ്പം ഒരു പ്രത്യേക ചന്തമായിരിക്കും. ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇന്ത്യയിലല്ല ഏതോ വിദേശ രാജ്യത്താണ് എന്ന് തോന്നിപ്പോവും. അത്ര മനോഹരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നു. ഓക്കെ, ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡനിലുള്ള ഒരു കൃത്രിമ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്ന് കണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് പോവുകയാണ്. പലരും നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോക്ക് ഗാർഡനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കലാപരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു റോക്ക് ഫോർമേഷൻ, റോക്ക് ഗാർഡനാണ്. അല്ലോ, ഇതിനിടയിൽ കൂടി പോകണം. പ്രകൃതിദത്തം എന്ന് തോന്നിക്കുമാറ് എന്നാൽ മനുഷ്യനിർമ്മിതം ആയിട്ടുള്ള ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡനാണ്. നമ്മുടെ സുഹൃത്തുക്കളാണ് മുന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ റോക്ക് ഗാർഡനിലെ മറ്റൊരു ഭാഗമാണ് റോക്ക്. അതിന് അപ്പുറത്തൊക്കെ വലിയ വൃക്ഷങ്ങൾ, പൈൻ മരങ്ങൾ, പ്രത്യേകിച്ചും പൈൻ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് കണ്ടോ, വളരെ മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്നത്. 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുണ്ട്. കാരണം നല്ല രീതിയിലാണ് കണ്ടോ ചെയ്തിരിക്കുന്നത്. എല്ലാം മിനിയേച്ചർ രൂപങ്ങളാണ്. പഴയകാല ആർക്കിടെക്ചർ, വീടുകൾ, കോവിലുകൾ, അതിൻ്റെ എല്ലാം മിനിയേച്ചർ രൂപങ്ങളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അല്ല, അപ്പുറത്ത് വൻ വൃക്ഷങ്ങളാണ്. അല്ല, നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരെ ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, മരങ്ങൾ, വളരെ ഉയരത്തിലുള്ള മരങ്ങൾ. റോക്ക് മ്യൂസിയം അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഡോൾ മ്യൂസിയം. ഡോൾസ് ഇപ്പുറത്തുണ്ട്. ഓ, ഗംഭീര സംഭവം. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഡോൾ മ്യൂസിയം എന്ന് മാത്രമല്ല, ഡോൾ മ്യൂസിയം നമ്മൾ വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അതിമനോഹരമായി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഐഡിയ സൂചിപ്പിച്ച് തന്നത് ജോണി ജോസ് സാറാണ്. അല്ല,
അപ്പോൾ ജോണി സോർ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം കണ്ടോ, ടോയ്ലറ്റ് മെറ്റീരിയൽ വളരെ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ബൈ സുഹൃത്തുക്കളെ. ബൈ യൂട്യൂബ് ചാനൽ SSK ചന്ദ്രകാന്തം. SSK. ഹലോ നമസ്കാരം. റോക്ക് ഗാർഡൻ്റെ എക്സിറ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് അങ്കിൾ താങ്ക് യു. My channel, it's Vineet. Yes, Vineet. You are a small YouTuber. Thank you. Smart boy. Yes, smart boy. സുഹൃത്തുക്കളെ, അപ്പോൾ ഡോൾ മ്യൂസിയം, റോക്ക് ഗാർഡൻ്റെ ഭാഗമായി ഡോൾ മ്യൂസിയം. കുഞ്ചരിയ സാറ് വളരെ എല്ലാം ആസ്വദിച്ച് വളരെ ഐശ്വര്യമായിട്ട് കണ്ട് സന്തോഷിച്ച് വരികയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ ഡോൾസ്, രാജസ്ഥാൻ ഡോൾസ് ഉണ്ടോ, രാജസ്ഥാനി ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ലേഡി, അതിനെ നയിക്കുന്ന മാന്യദേഹം ഒക്കെ ഉണ്ട്. ആണോ ഡോൾ മ്യൂസിയം. ഗംഭീര ആംബിയൻസ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ റോക്ക് ഗാർഡൻ്റെ മറ്റൊരു ഭാഗം കൃത്രിമ വെള്ളച്ചാട്ടങ്ങൾ ധാരാളം പല സ്ഥലത്തും ഉണ്ട്. ഉണ്ടോ, അപ്പുറത്തൊക്കെ നല്ല വൃക്ഷങ്ങൾ വളർത്തി ഇട്ടിരിക്കുന്നു. നല്ല തിരക്കാണ്, പിള്ളേരൊക്കെ വരുന്നു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിൽക്കുന്നത് സുഖ്ന ലേക്ക്. അപ്പോൾ ചണ്ഡീഗറിലുള്ള ഒരു ലേക്കാണ്. വളരെ ചെറിയ നല്ല ഒരു ലേക്കാണ്, വളരെ മനോഹരമായ ഒരു ലേക്കിലാണ് നിൽക്കുന്നത്. സുഖ്ന ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ ബൈ. അപ്പോൾ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സുഖ്ന ലേക്ക്, ചണ്ഡീഗഡിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സുഖ്ന ലേക്ക് ഈ ഭാഗം കൊണ്ട് പരിചയപ്പെടുത്തിയ നമ്മുടെ ടൂർ കോർഡിനേറ്റർ അഭിരാം സാർ അഭിമാനത്തോടു കൂടി അവിടെ നിലകൊള്ളുകയാണ്. അതാ പോയി. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാ ഗംഭീര ആംബിയൻസാണ് ഇവിടെ. കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ്. അതാ എന്താ, ഇതൊക്കെയാണ് ശരിയായ കല. നമ്മൾ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒന്നുമല്ല, അവർ ആർട്ടിസ്റ്റാണ്. ഒരാൾ വന്നിരുന്ന് കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി വരച്ച് തരുന്നതാണ്. അതിന് അവർക്കൊരു ചെറിയ ചാർജുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗംഭീര സംഭവമാണ്. ഇനി നമ്മൾ തിരക്കാണ്, വെയിൽ കൂടി വരുന്നു, അതുകൊണ്ട് ഇവിടെ കൂടുതൽ നിൽക്കുന്നതല്ല. ഇനി നമുക്ക് സിംലയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ കണ്ടോ, ഇലയെല്ലാം മഞ്ഞനിറം ബാധിച്ച് തുടങ്ങി. അപ്പോൾ അത് കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത. ചെറിയൊരു ലേക്ക്, ഇതിനകത്ത് കുറേ ലേക്കിൽ ബോട്ടിംഗ് ആക്ടിവിറ്റീസ്, പെഡൽ ബോട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. കാരണം ഇനി കുറേ സമയം ലാഭിക്കേണ്ടതുണ്ട്. കലാകാരന്മാർ വരച്ച ചിത്രങ്ങളാണ്. രാജേഷ് സാറേ, ഒന്ന് പെയിൻറ്റിങ്ങിൽ താല്പര്യമുണ്ടോ? നല്ലൊരു കലയാണ്. അപ്പോൾ ഉണ്ടോ, ആ കുട്ടിയുടെ ഫോട്ടോ വളരെ ഗംഭീരമായിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ചെയ്യും. പക്ക. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഒരു ആർട്ടാണ് പെയിൻറ്റിങ്, ഫോട്ടോ. ഈസ് അവർ പെയിൻറ്റർ, ഈസ് എ നേറ്റീവ് ഓഫ് Haryana. Your name please? Amal. Okay. Okay, thank you.